മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല സാധ്യതകൾ അഭിമുഖീകരിക്കുന്നവരാണ്. ചിലപ്പോൾ വളരെ സമൃദ്ധിയുള്ളൊരു കാലം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ചിലപ്പോൾ വലിയ കഷ്ടതയുള്ളൊരു കാലം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ചിലപ്പോൾ രോഗിയായിരിക്കുന്നൊരു കാലം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. മറ്റു ചിലപ്പോൾ തികഞ്ഞ സുഖകാലം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. എന്നാൽ ഏത് കാലഘട്ടത്തിലൂടെ കടന്നു പോയാലും തികഞ്ഞ സംയമനം പാലിപ്പാൻ ദൈവമക്കൾ പരിശീലിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് യേശുബാറാസിറയുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം, സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടായിരിക്കണം, സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെക്കുറിച്ചും നിനക്ക് ഓർമ്മയുണ്ടാകും, ഏകനായുള്ള നിസ്സഹായതയെക്കുറിച്ച് അപ്പോൾ നീ ചിന്തിച്ചുകൊള്ളണം. ഇത് വളരെ നല്ലൊരു മുന്നറിയിപ്പാണ്. സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും കാലത്ത് വിശപ്പിനെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഓർക്കാറുണ്ടോ? ആ കാലം വരുമ്പോൾ എല്ലാം മറന്ന് ആഘോഷിക്കുകയല്ലേ? എന്നാൽ ഇനിയും അങ്ങനൊരു കാലം വന്നുകൂടുന്നുണ്ടോ? ഇപ്പോഴുള്ള ബിസിനസ് തകർന്നു പോയാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും പ്രതിസന്ധി ജീവിതത്തിൽ വന്നാൽ അങ്ങനൊരവസ്ഥ വന്നുകൂടുന്നുണ്ടോ? അതുകൊണ്ട് സമൃദ്ധിയുടെ കാലത്ത് ദൈവത്തെ മറക്കരുത്, വന്ന വഴി മറക്കരുത്, പണ്ട് ദാരിദ്ര്യാവസ്ഥയിലിരുന്ന കാലം മറക്കരുത്, വിശപ്പിന് മറക്കരുത്, ആഹാരം ചവിട്ടിക്കളയരുത്, വേസ്റ്റ് ബിന്ന് നിറയ്ക്കാൻ മത്സരിക്കരുത്. എന്തുമാത്രം ആഹാരമാണ് ആളുകൾ വേസ്റ്റ് ചെയ്യുന്നത്? ലോകത്തെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ ദിവസത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന്, ഒരിറക്ക് വെള്ളത്തിന് ദാഹിച്ചും വിശന്നും ഇരിക്കുമ്പോൾ ഈ വേസ്റ്റ് ബിൻ നിറയ്ക്കുന്ന ആളുകൾ എന്തു വലിയ അഹങ്കാരികളാണ്! അങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുത്താൽ നാളെ അപ്പത്തിനു വേണ്ടി നാം ഇരക്കേണ്ട കാലം വരില്ലെന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് പറയുന്നത്, സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കണമെന്ന്, ഏകനായി പോകുന്ന നിസ്സഹായതയെക്കുറിച്ചും ചിന്തിക്കണമെന്ന്. കുവൈറ്റ് യുദ്ധം അധിനിവേശം നടന്ന കാലത്ത് പലായനം ചെയ്ത പലരും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സമൃദ്ധിയിൽ ജീവിച്ചിടത്തു നിന്ന് ഉണക്ക റൊട്ടിക്ക് വേണ്ടി മരുഭൂമിയിൽ ആകാശത്ത് കണ്ണുനട്ട് കാത്തിരുന്ന ദിനങ്ങൾ ഓർത്തുകൊള്ളണം. ഒരിക്കലും മതി മറക്കരുത്. നമ്മൾ സംയമനം പാലിക്കണം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും. അതാണ് വിവേകം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയച്ചൻ.